മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപും നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നു. ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി പൂട്ടിയതിന് പിഴ ചുമത്തിയിട്ടുണ്ട്. 2021 ഫെബ്രുവരിയിലായിരുന്നു ഈ നടപടി. എക്സാലോജിക്കിനും വീണ വിജയനും 1 ലക്ഷം രൂപ വീതമാണ് അന്ന് പിഴ ചുമത്തിയിരുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24ന്റെ കൈവശമുണ്ട്. അതേസമയം കേരളത്തിൽ CPIM-മായി അന്തർധാരയുണ്ടാക്കാനുള്ള BJP ശ്രമത്തിന്റെ ഭാഗമാണ് എക്സാലോജിക്കിനെതിരായ കേസെന്ന് കെ മുരളീധരൻ MP-യുടെ ആരോപണം വരുന്നു. കേരളത്തിൽ സീറ്റ് നേടാൻ BJP എന്ത് കളിയും കളിക്കുമെന്നും കെ മുരളീധരൻ MP പറഞ്ഞു. കെ മുരളീധരൻ MPയുടെ പ്രതികരണത്തിലേക്ക് ആദ്യം തൊട്ട് പിന്നാലെ ഷഫീദ് റാവുത്തർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒപ്പം ചേരും. ED അന്വേഷണം വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, പക്ഷേ ഇത് അന്തർധാരയിൽ അവസാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളിൽ ഒരു ആവേശവും കാണിക്കുന്നില്ല. അത് കാരണം BJPക്ക് കേരളത്തിൽ MP-മാർ വേണം. അത് ഒന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഏത് വൃത്തികെട്ട കളിയും കളിക്കും. അതിൻ്റെ ഭാഗമായി CPM-മായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് ശ്രമിക്കുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു. ഷഫീദ്, ഈ വരുന്ന വിവരങ്ങൾ, നമ്മുടെ കൈവശമുള്ള രേഖകൾ പറയുന്നത് കമ്പനിക്കാര്യ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഇതിനു മുൻപും എക്സാലോജിക്കിനെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട്, നടപടിയെടുത്തിട്ടുണ്ട് എന്നാണല്ലോ. എന്തായിരുന്നു അന്ന് പിഴ ചുമത്താൻ ഇടവന്ന സാഹചര്യം? രേഖകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗോപി, ഇന്നലെ ഏറെ രാഷ്ട്രീയമായി ചർച്ചയായ ഒരു വിഷയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു എന്നുള്ളത്. പക്ഷേ അത് ആ രാഷ്ട്രീയ വിവാദം അങ്ങനെ നിൽക്കുമ്പോൾ പോലും മുൻപും എക്സാലോജിക്കിനെതിരെ നടപടി എടുത്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന, എന്ന് ചൂണ്ടിക്കാണിക്കുന്ന, വ്യക്തമാക്കുന്ന രേഖകളാണ് ഇപ്പോൾ 24ന് ലഭിച്ചിരിക്കുന്നത്. അത് ആ വിവരങ്ങൾ ഇങ്ങനെയാണ്. മുൻപും എക്സാലോജിക് കമ്പനിക്ക് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പിഴ ഈടാക്കിയിരുന്നു. അതായത് കമ്പനി കാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ ഓഫീസ് പൂട്ടിയതിനായിരുന്നു അന്ന് നടപടി നേരിടേണ്ടി വന്നത്. 2020 മാർച്ചിലാണ് എക്സാലോജിക് എന്ന് പറയപ്പെടുന്ന കമ്പനി അടച്ചു പൂട്ടിയത്. അതിനുശേഷം ചട്ടങ്ങൾ പാലിച്ചില്ല. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കണം, അതടക്കമുള്ള ചട്ടലംഘനം നടന്നു എന്ന് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും അന്ന് 2 ലക്ഷം രൂപ പിഴ ഈടാക്കുകയുമായിരുന്നു. അതിൽ 1 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണയ്ക്കും പിഴ ഈടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ ഉത്തരവിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അന്നവർ ആ പിഴ അടച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. അന്ന് തന്നെ മറ്റു ചില ചട്ടലംഘനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് എക്സാലോജിക് കമ്പനി നൽകിയ വിശദീകരണത്തിൽ 2019-2020 കമ്പനി 17 ലക്ഷം രൂപയുടെ നഷ്ടത്തിലാണെന്ന് സൂചിപ്പിച്ചിരുന്നു. 2020 കമ്പനി പൂട്ടുന്നത് വരെ 7 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്നുവെന്നും വിശദീകരിച്ചിരുന്നു. അങ്ങനെയാണ് എക്സാലോജിക്ക് ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് വിവരങ്ങൾ അവസാനമായി കൈമാറുന്നത്. ഏതായാലും ഇപ്പോൾ തുടരുന്ന ഈ അന്വേഷണം, പുതിയ അന്വേഷണത്തിൽ ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചേക്കാമെന്നുള്ള വിവരം 2020 മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനി അടച്ചുപൂട്ടിയ വിവരം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിക്കാതിരുന്നതിന്റെ പേരിലാണോ പിഴ ചുമത്തപ്പെട്ടിട്ടുള്ളത്? അതല്ല ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ, അന്വേഷണത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണോ പിഴ ഒടുക്കേണ്ടി വന്നത്? ഗോപികൃഷ്ണൻ, ഈ എക്സാക്ട് ഉത്തരവിൽ പറയുന്ന കാര്യമനുസരിച്ച് സാധാരണഗതിയിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി അടച്ചുപൂട്ടുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ ഇക്കാര്യം അറിയിക്കണം. മാത്രമല്ല അങ്ങനെ ഒരു സ്ഥാപനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറുമ്പോഴടക്കം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ എക്സാലോജിക് അന്ന് അടച്ചുപൂട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോവിഡ് സമയത്ത് ഇത് അടച്ചുപൂട്ടി എന്നുള്ളതായിരുന്നു എക്സാലോജിക്കിന്റെ വിശദീകരണം. പക്ഷേ IT കമ്പനികൾക്ക് വർക്ക് അറ്റ് ഹോം അടക്കമുള്ള സൗകര്യത്തിൽ പ്രവർത്തിക്കാമെന്നുള്ള റൂള് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കർണാടക സർക്കാർ അനുവദിച്ചിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കെ ഈ കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ ആ ചട്ടം പാലിച്ചിട്ടില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എക്സാലോജിക്കിന് 2 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ പുതിയ അന്വേഷണത്തിൽ ഇതടക്കമുള്ള എക്സാലോജിക്കിന്റെ ഇടപാട് വിവരങ്ങൾ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗോപി, അല്ല, കമ്പനി അടച്ചുപൂട്ടുന്നതിന് അന്ന് കാരണമായി പറഞ്ഞത്, അതായത് പിഴ ഒടുക്കിയ ശേഷവും അതിന് തൊട്ട് മുൻപും കാരണമായി പറഞ്ഞിരിക്കുന്നത് കമ്പനി നഷ്ടത്തിലാണ് എന്നതാണോ ഷഫീദ്? അന്ന് എക്സാലോജിക്ക് ഔദ്യോഗികമായി നൽകിയ വിശദീകരണം അനുസരിച്ച് കോവിഡ് കാലമായതിനാൽ, അല്ലെങ്കിൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഇത് അടച്ചു പൂട്ടുകയായിരുന്നു എന്നുള്ളതാണ്. അന്ന് ഒരു 2 അംഗ, അതായത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ 2 അംഗ കമ്മിറ്റിയാണ് ഇക്കാര്യങ്ങൾ പരിശോധിച്ചത്. അന്ന് എക്സാലോജിക്കിന്റെ വിശദീകരണം ഇതായിരുന്നു: കോവിഡ് മൂലം അടച്ചുപൂട്ടി. പക്ഷെ അപ്പോൾ ഈ ഉത്തരവിൽ പറയുന്നത് അന്ന് കർണാടകയിൽ സ്വാഭാവികമായും ഈ കോവിഡ് ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ IT കമ്പനികൾക്ക് പ്രത്യേക ഇളവുകളും വർക്ക് അറ്റ് ഹോം സംവിധാനം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതടക്കമുള്ള കാര്യങ്ങളുള്ളപ്പോഴും കമ്പനി അടച്ചു പൂട്ടിയ ശേഷം അത് കോർപ്പറേറ്റ്
കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടില്ല. അതിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങൾ അത് ഓതറൈസ് ചെയ്ത ആളുകളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ക്രമവിരുദ്ധമായിട്ടുള്ള നടപടിയായി ഈ ഉത്തരവിൽ പ്രത്യേകിച്ച് ശരി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക്ക കമ്പനി ഇതിനു മുൻപും കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നടപടി നേരിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ 2020 മാർച്ചിൽ കമ്പനി അടച്ചിട്ട വിവരം അറിയിക്കാതിരിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. 1 ലക്ഷം രൂപ വീണയും 1 ലക്ഷം രൂപ കമ്പനിക്കും പിഴ ഈടാക്കി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. അതിന്റെ രേഖകൾ പുറത്തു വരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ബിഗ് ബ്രേക്കിംഗിലൂടെ പ്രേക്ഷകർ കാണുന്നു. വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം മറ്റു വാർത്തകളുമായി വളരെ വേഗം.